അപ്പോൾ സമാധാനമായിട്ടൊന്ന് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം പറഞ്ഞെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ലോ ആൾട്ടിറ്റ്യൂഡിൽ വരണം. നമുക്ക് ആരോഗ്യം വീണ്ടും റീജുവനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിൽ വരണം. അങ്ങനെ ഞാൻ ബേസ് ക്യാമ്പിന് എവറസ്റ്റിൻ്റെ ക്യാമ്പ് 3 തിരിച്ച് ബേസ് ക്യാമ്പിനും താഴെ ഒരു നാംചെ ബസാർ പറഞ്ഞ സ്ഥലമുണ്ട്, 3440 മീറ്റർ. അവിടെ വന്ന് ഒരു 1.5-2 ആഴ്ച താമസിച്ചാലാണ് ശരിക്കും എനിക്ക് വീണ്ടും ഒന്നുകൂടെ റീജുവനേറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് മേളിലേക്ക് പോകുന്നത്. പിന്നീട് ബുദ്ധിമുട്ട് വന്നിരുന്നോ? വീണ്ടും വരും. നമുക്ക് ഈ അസുഖം മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ നോർമൽ സീ ലെവലിൽ വന്നാലേ നമുക്ക് മാറത്തുള്ളൂ. നമ്മൾ ഈ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് വളരെ പിന്നോട്ടായി. പക്ഷേ കയറണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് നമുക്ക് ഓരോ പോയിന്റ് ടു പോയിന്റ്, ഓരോ ക്യാമ്പ് ടു ക്യാമ്പ് ഇത്ര സമയത്തുള്ളിൽ നടന്നു കയറണം. ഇല്ലെങ്കിൽ നമുക്കും പ്രശ്നമാണ്, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഷെർപ്പയ്ക്കും പ്രശ്നമാണ്, അവിടുത്തെ ആൾക്കാർക്കും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനി തന്നെ നമ്മളെ സമ്മതിക്കത്തില്ല നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആ ഒരു ഇത്ര സമയത്തുള്ളിൽ ഇത് കടന്നിരിക്കണം. ഇല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടാവാം, ഹിമപാതം ഉണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. സൂര്യൻ ഒരുപാട് ഉദിച്ചു കഴിഞ്ഞാൽ മഞ്ഞുരുകിയിട്ട് വലിയ വലിയ മഞ്ഞുകട്ടകൾ മേളിൽ താഴോട്ട് വീഴും. അപ്പോൾ ചിലപ്പോൾ രാത്രിയായിരിക്കും നമ്മൾ കയറുന്നത്, ഈ തണുപ്പ് വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ രാവിലെ ഒരുപാട് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന പോയിന്റിൽ എത്തണം. ഇതൊക്കെ ഓരോ കൺസ്ട്രെയിൻസാണ്. നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പരിപാടി മുഴുവൻ തെറ്റും. നമുക്ക് ഹെൽത്ത് കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ലല്ലോ. സ്പീഡ് മീൻസ് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്. അതാണ് അവിടുത്തെ സ്പീഡ്. അതുപോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല.